everyone, welcome back to Kavitha Sugar and Spice. Wish you a very happy and prosperous 2020. പുതിയൊരു ഡെക്കേഡിനെ വെൽക്കം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെമ്മീൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും തയ്യാറാക്കാം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു 1.5 കപ്പ് ബിരിയാണി റൈസ് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്തി വയ്ക്കാം. എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഇത് രണ്ടും ഒഴിച്ചു കൊടുക്കാം. അത് ഉരുകി തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 2 കഷ്ണം ഏകദേശം ഇത്ര പോന്ന 2 കഷ്ണം പട്ട, 3 ഏലക്കായ, ഒരു 8 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ് അല്ലെങ്കിൽ വഴനയില ഇത്ര ഇട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പിനായിട്ട് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ കണക്കായിട്ടുള്ള ഇഞ്ചി, ഒരു 3 ടേബിൾ സ്പൂൺ കണക്കായിട്ട് വെളുത്തുള്ളി, ഒരു 9 വെളുത്തുള്ളി ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തത്. 3 എണ്ണ എടുത്ത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ 3 കപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 കപ്പിൻ്റെ കണക്കിന് നിങ്ങൾ ആ പാകത്തിന് ഉള്ളി എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് വാടുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്, പച്ചമുളക്, പെരിഞ്ജീരക പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വാടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിൽ നിന്ന് കുറച്ച് ലോയിലേക്ക് ആക്കാം. കാരണം നമ്മൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇനി ചേർക്കാൻ പോവാണ്. അപ്പോൾ അത് ലോയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നുള്ളത് നല്ല എരിവുള്ള മുളക് പൊടി ആയ കാരണമാണ് ഞാൻ അത്ര ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ഇതിനെ മൂടി വെച്ച് അതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർക്കുകയാണ്. ഒരു നല്ല വലിയ തക്കാളിയാണ് ഞാനിതിൽ ചേർത്തത്. ഇതിപ്പം കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1 കപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിന് പുളിക്കായിട്ട് വേറെ തൈരോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി ആ 1 കപ്പ് എന്തായാലും ഇട്ടുണ്ടാവണം. എന്നാലേ നമ്മുടെ ബാക്കി മസാലയൊക്കെ ആയിട്ട് ഒന്ന് ബാലൻസ് ആവുള്ളൂ. ഇതിട്ടതിന് ശേഷവും ആ തക്കാളി വാടുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ ഒന്നും പെരക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളും ഉപ്പൊക്കെ കുറച്ച് നേരത്തേക്ക് പെരക്കി വെക്കാം. ഇത് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ആ മസാലയൊന്നും അതിൽ പിടിക്കാനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ചെമ്മീനിപ്പം ഒരുവിധ ആ മസാലയിൽ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതായത് 1.5 കപ്പാണ് ടോട്ടൽ ലിക്വിഡ്. 1.5 കപ്പ് അരിക്ക് കണക്കായിട്ട് പകുതി തേങ്ങാപ്പാലും പകുതി വെള്ളവും എന്നുള്ളൊരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ക്യാൻഡ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തത്. തേങ്ങാപ്പാലായിട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തള വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഇതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ, ഒരു പിടി കാഷ്യൂ, ഇത് ഓപ്ഷണലാണ്, അത് ചേർക്കാം. പിന്നെ ഓരോ കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും ഇത്രയും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെക്കണം. അതിൻ്റെ ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ആ ആവി വന്നതിന് ശേഷം വിസിലിട്ടിട്ട് 10 മിനിറ്റ് അടുപ്പിൽ വെക്കുക. അതിനുശേഷം മാറ്റി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ അതിനെ സ്വന്തമായിട്ട് അതിൻ്റെ ആവിയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തുറക്കുമ്പോഴേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പുലാവ് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് വൺസ് അഗൈൻ വിഷ് യു ഓൾ എ വെരി ഹാപ്പി 2020. ബൈ ബൈ.